നമസ്കാരം. തൃശൂർ നിയുക്ത എംപി സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകുന്നതിൽ സസ്പെൻസ് തുടരുന്നു. സിനിമകളിൽ അഭിനയിക്കാനുള്ള ഡേറ്റ് കൊടുത്തത് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുണ്ട്. 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും BJP കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചതായാണ് വിവരം. തൃശൂരിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ സുരേഷ് ഗോപി ഇന്ന് 12:30 വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകാനാണ് ആലോചന. കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയിൽ BJP നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം. കേരളത്തിലെ BJPയുടെ വിജയം നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നതെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. അതേസമയം മൂന്നാം മോദി മന്ത്രിസഭയിൽ അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. പ്രഹ്ലാദ് ജോഷിയും ജിതൻ റാം മാഞ്ചിക്ക് മന്ത്രിസ്ഥാനം നൽകും. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരാകുന്നവർക്ക് അറിയിപ്പ് നൽകി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകില്ല. ഒരു ഘട്ടം കൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ 45 മിനിറ്റോളം നീളുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 30ഓളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. മന്ത്രിസ്ഥാനത്തേക്ക് രാംമോഹൻ നായിഡുവിന്റെയും ചന്ദ്രശേഖർ പെമ്മസാനിയുടെയും പേര് DPD സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയന്ത് ചൗധരി, അനുപ്രിയ പട്ടേൽ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന അർപ്പിച്ച് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ BJP നേതാക്കളും മോദിക്കൊപ്പം രാജ്ഘട്ടിലെ ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ. NDA പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. പ്രധാനമന്ത്രിയായി നിയമിച്ചിട്ടുള്ള കത്ത് നൽകി രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാൻ മോദിയെ ക്ഷണിക്കുകയായിരുന്നു. പുതിയ NDA സർക്കാരിൽ ആഭ്യന്തരം, ധനം, പ്രതിരോധം, വിദേശകാര്യം എന്നീ വകുപ്പുകൾ BJP തന്നെ കൈവശം വെക്കുമെന്ന് സൂചന. പ്രത്യയശാസ്ത്രപരമായി പാർട്ടി പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ, സാംസ്കാരിക വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് നൽകാൻ സാധ്യത കുറവാണ്. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ BJPയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓരോ ഘടകകക്ഷിക്കും എത്ര മന്ത്രിസ്ഥാനം, ഏതൊക്കെ വകുപ്പ് തുടങ്ങിയവ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് ആഭ്യന്തരം കൈമാറി ധനമന്ത്രാലയം അമിത്ഷാ ഏറ്റെടുത്തേക്കുമെന്ന് ചർച്ചയുണ്ട്. പാർട്ടി അധ്യക്ഷത പദവിയിൽ ഈ മാസം കാലാവധി തീരുന്ന നഡ്ഡ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയേക്കാം. ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ ലോകേഷ് നിയമസഭയിലേക്കാണ് ജയിച്ചതെങ്കിലും കേന്ദ്രമന്ത്രിയായേക്കുമെന്ന് അഭ്യൂഹമുണ്ട്. JDUവിൽ നിന്ന് ലലൻ സിംഗ്, സഞ്ജയ് കുമാർ, രാംനാഥ് ടാക്കൂർ എന്നിവർക്കാണ് സാധ്യത. JDUവിന് ഒരു സഹമന്ത്രി കൂടി ഉണ്ടാകും. LJP രാംവിലാസ് അധ്യക്ഷൻ ചിരാഗ് പാഡ്വാനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.